രോഹന് തന്നെ അറിയാം. അനുമോളെ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂവിൽ, പഴയൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്നിട്ട് ആര്യൻ്റെയും ജിസേലിൻ്റെയും വിഷയത്തിൽ എതിർത്ത് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അതേ എന്നെ ഇവർ അനുമോളുടെ ആളാക്കി മാറ്റി. പിന്നെന്ന് പറയുന്നത് പിന്നെ നമ്മളിലേക്ക് അത് ചുരുങ്ങുകയാണ്. അപ്പോൾ വെറുതെ എവിടെയോ കിടന്ന അഖിൽമാരെയും കൂടെ പിടിച്ച് ഈ ഗെയിമിൻ്റെ ഭാഗമാക്കി. ഇപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറി ചലഞ്ചറായിട്ട് കയറി രണ്ടുപേരെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെ മാറ്റി അനുകൂലമാക്കുന്നുണ്ടെന്ന് പറഞ്ഞു, സപ്പോർട്ട് എന്നുള്ളത്. ശരിക്കും അങ്ങനെ സംസാരിച്ചതാണോ വിഷയം, അതോ ഈ ചലഞ്ചറായ കയറിയിട്ടുള്ള വ്യക്തി താങ്കളുടെ സീസണിൽ എപ്പോഴും സ്റ്റിൽ 2 വർഷങ്ങൾക്കും ഇപ്പുറം ചർച്ചകളിലും സംവാദങ്ങളിലും എതിർഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയായിരുന്നു? ഏതാ ഇതിൽ കുറെ കൂടി ശരി? ഏതായിരിക്കും? അല്ലല്ല, ഞാൻ സമൂഹത്തോടാണ് പറഞ്ഞത്. ഇവർ വലിയ മിടുക്കരാണ് എന്ന് കുറച്ച് പേർ പറയുമ്പോൾ ഇവർ ഏറ്റവും വലിയ മണ്ടരാണ് എന്ന്. അതാണ് ഇവരുടെ എനിക്ക് രോഹനെ എതിർക്കണം, എനിക്ക് രോഹനെ തകർക്കണം, ഇതാണ് എൻ്റെ പ്ലാൻ. എന്നിട്ട് ഞാനൊരു പരിപാടി ചെയ്യുകയാണ്. അതിലൂടെ രോഹൻ വലിയ രീതിയിൽ സക്സസ് ആയി കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്നത് മണ്ടനല്ലേ. ഇപ്പം ജിൻഡോ മണ്ടനാ എന്ന് എല്ലാവരും വിളിച്ചിട്ട് ജിൻഡോയുടെ കയ്യിൽ 50 ലക്ഷം ഇരിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്നവരല്ലേ മണ്ടർ.